ബേസിക്കലി ഒരു കോഴ്സ് സെലക്ട് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ ഒരാൾ ഡോക്ടർ ആവണമെങ്കിൽ അയാൾ ആദ്യം എഴുതി കൊടുക്കണം എന്തുകൊണ്ട് ഞാൻ ഡോക്ടർ ആവണം. ഒരു അവിടുത്തെ ഒരു ഗ്രേഡ് ലെവലിലുള്ള ആദ്യം എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെവലിൽ അവൻ അത്തരം ഒരു ഏരിയയിൽ സോഷ്യൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവനറിയാം എനിക്കിത് ശരിയാവോ ഇല്ലയെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ, എന്നിട്ടാണ് ഒരാളെ ഡോക്ടർ ആകാൻ സിസ്റ്റത്തിലേക്ക് അവർ കയറ്റണത്. ഇവിടെ നമ്മൾ ചെറിയൊരു ഓർമ്മ പരീക്ഷ പോലത്തെ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കയറ്റണം. ചിലപ്പോൾ അവൻ പരീക്ഷ എഴുതിയത് വീട്ടുകാരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും മനസ്സിലാവേണ്ടത് ഇത് പറ്റില്ല എന്ന്. അപ്പൊ സ്വാഭാവികമായും പൈസ കൊടുത്തു, ഇനി പറ്റില്ല. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിങ്ങിന് 2 മാസം പോയിട്ട് നിർത്തി ഡോക്ടർ ആവാൻ പോയ ആളാണ്. കാരണം എനിക്ക് മനസ്സിലായി കണക്ക് എനിക്ക് പറ്റില്ല അത്. കാരണം അതായത് ഇറ്റ്സ് നോട്ട് മൈ വേ ഓഫ്. കാരണം എൻ്റെ ബ്രെയിനിൽ കണക്ക് വർക്കിംഗ് അല്ല. അതുകൊണ്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇത് വർക്കിംഗ് അല്ല. എഞ്ചിനീയറിങ്ങിന് കണക്കില്ലാതെ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് നോട്ട് മൈ വേ ഓഫ് ലൈഫ്. ഞാനത് ബാക്ക് ഡ്രോപ്പ് ചെയ്തു. പാരൻസിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്താലും നമുക്ക് അത്ര ഫിനാൻഷ്യൽ ബേർഡൻ ഒന്നുമില്ല. അപ്പൊ ഇത്തരമുള്ള ഒരു അസസ്മെന്റ് കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യണം. ഏത് കോളേജ് എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ചെയ്യണം. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന കൊച്ചാണോ എന്ന് ചെയ്യണം. ഇതൊക്കെ അസസ് ചെയ്യണം. വെറുതെ അവിടെ പഠിച്ചാൽ ജോലി കിട്ടും, അതുകൊണ്ട് അവിടെ പോവാം. പക്ഷെ അവിടുത്തെ ഒരു ഏരിയയുമായി അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുമായി അക്ലിമറ്റൈസ്ഡ് ആവോ, പൊരുത്തപ്പെടുവോ എന്നുള്ളൊരു ഇവാലുവേഷൻ കോഴ്സിൽ ചേരുമ്പോഴും കോഴ്സിന് ഇടയ്ക്കൊക്കെ നടത്തണം. അപ്പൊ അവിടെ ഒരാളുടെ ജീവന് മാനസിക ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കോഴ്സ് ആണെങ്കിൽ അത് ഹി മസ്റ്റ് സ്റ്റോപ്പ്. ഏത് സ്റ്റേജിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളങ്ങനെ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒരു ക്ലിനീഷ്യൻ എന്ന നിലയിൽ PhD നിർത്തി തിരിച്ചു വന്ന ആളുകളുണ്ട്. IIT വന്ന ഒരു ആളുകളുണ്ട്. IIT-യിലൊന്നും PhD ഇപ്പൊ എനിക്കറിയില്ല, പണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ അസാധ്യം, ഭയങ്കര പാടാണ്. പിന്നെ ഗൈഡുമാരുടെ പേഴ്സണൽ എന്താ പറയാ ബെനവലൻസ് വേണം, അവരെ പ്രീതി സമ്പാദിക്കണം എന്ന് പറയില്ലേ നമ്മുടെ ഗവർണർ പറയുന്ന ഭാഷയിൽ, പ്രീതിയിൽ തന്നെ നിൽക്കണം. അപ്രീതി ആയിൽ പോയാൽ പിന്നെ IIT-ന്ന് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സാറ് ഇപ്പോഴും ഈ അമൽജ്യോതിയിൽ തന്നെ ഇപ്പോഴും അഡ്ജങ്ക്ട് പ്രൊഫസറാണ്. പേര് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല, കാരണം സാറിന് കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. IIT ഖരഗ്പൂരിന് PhD ആണ്. 20 വർഷം കൊണ്ടാ സാറ് PhD എടുത്തത്. ഡോക്ടർ ജിപ്പു ജേക്കബ് ഈ അമൽജ്യോതി തന്നെ ഇപ്പോഴും ഉണ്ട്. സാറാണ് അവിടുത്തെ ഡിസിപ്ലിൻ നോക്കുന്നതിൽ ഒരാളുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. ഞങ്ങളൊക്കെ സർക്കാർ കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ IIT-ന്നൊന്നും അങ്ങനെ നമുക്ക് അവിടെ പഠിപ്പ് മാത്രമല്ല, ഈ അപ്രീതി സാറ് സമ്പാദിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഒരു ആള് റിട്ടയർ ചെയ്യും, അടുത്ത ആള് നമുക്ക് ചേർന്നായിരിക്കില്ല, നമ്മുടെ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഇതായിരിക്കില്ല. IIT എന്ന് പറഞ്ഞുകൊണ്ട് IIT-കളിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്തില്ല. എനിക്ക് ഒരു കാലത്ത് ഓർമ്മയുണ്ട്, കോയമ്പത്തൂർ ഏതോ കോളേജിലെ ഫോട്ടോ ഞാൻ കണ്ടത്, എല്ലാ സീലിംഗ് ഫാനും ഇങ്ങനെ കേജ്ഡ് ആണ്. കാരണം ആത്മഹത്യാ പ്രവണത കൂടുതലായതുകൊണ്ടാണ്. കാരണം അങ്ങനെ ഈ ആത്മഹത്യകൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കുടുംബങ്ങളിൽ ഇഷ്ടമാതിരി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പാരന്റ്സും കുട്ടികളും കൂടെയുള്ള കുടുംബ ആത്മഹത്യകളുടെ പ്രശ്നങ്ങൾ കൂടുന്നു. കഴിഞ്ഞ ദിവസം നിർഭാഗ്യവശാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു, 2 ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്തു. നമ്മൾ അതിനെ കുറിച്ച് അനാലിസിസ്. പക്ഷെ അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന വെച്ചാൽ അതൊരു സ്ഥാപനത്തെ തകർക്കാം. തീർച്ചയായും അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അങ്ങനെ കുറച്ച് അവരുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. മാത്രമല്ല കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ എനിക്കൊന്ന് അച്ഛൻ പറഞ്ഞ പോലെ അഡ്മിഷന്റെ സമയത്ത് തന്നെ ആലോചിക്കണം അവിടെ അത് പിന്നെ ഇൻ കേസ് ഒരു എൻട്രി തന്നെയായാലും they should have their own way of keeping up their mental health. ഒരാൾക്ക് അയാളുടെ മാനസികാരോഗ്യത്തിന് നിലനിർത്താൻ പറ്റും. നമ്മുടെ ക്യാമ്പസിൽ അതിനുള്ള സ്പേസ് നിലവിലുണ്ടോ? മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ഒരു സെനേരിയോയിൽ കുറവാണ്. കാരണം ഈ പ്രത്യേകിച്ച് മാഡം പറഞ്ഞതുപോലെ KTU-ൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ ഇവിടെ 60,000 കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇവന് ഇവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടും. എക്സ്ട്രാ എഫേർട്ട് ഇടണമെങ്കിൽ ചിലപ്പോൾ ചില റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അതൊരു കുറച്ച് കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചാൽ മതി. കാരണം ഒരു മേ ബി 5 ഇയേഴ്സിൽ അപ്പോൾ ചില കോംപ്രമൈസസ് ഒക്കെ ഇതുണ്ട്. അത് ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്നായിരിക്കും അതിന്റെ പ്രഷർ വരുന്നത്, അത്തരം കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതും കുടുംബം അവരോടൊപ്പം നിന്നും ചോദിക്കേണ്ടതുമാണ്. ഇവിടെ നമ്മള് ഫീസ് കൊടുത്ത പൈസ പോണതിനെ കുറിച്ചല്ല. കുടുംബം ഒരു വലിയ ഫാക്ടറാണ് അല്ലേ അച്ഛാ? തീർച്ചയായും.
കാരണം ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. എന്റെ ഫാമിലി പറഞ്ഞു ചെയ്യാൻ കൃത്യമായ ഒരു ധാരണയുണ്ട് എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് റൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യണത് ഒരു വിവേകശൂന്യമായ പ്രവൃത്തിയാണ്. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു MBBS ചേർത്തു, അതിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, ഒരു എമ്പതി ഇല്ല. വെറുതെ ഒരു കോഴ്സ് പഠിക്കാം, ഒരു ഡോക്ടർ എന്ന് എഴുതാൻ വേണ്ടി വന്ന ആള് ഇതെനിക്ക് പറ്റില്ല എന്ന് ബോധ്യമാകുമ്പോൾ ആ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് വേറെ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വഴിയിലേക്ക് പിന്നെ തിരിയേണ്ടി വരും. പേരൻസ്